ഇത്രമാത്രം ഒരു സുന്നത്തിന്റെ മഹാത്മ്യം പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും നിസ്കരിക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കരിക്കുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ നിസ്കരിക്കുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ നിസ്കരിക്കുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിസ്കരിക്കുക. ഇങ്ങനെ മഹാത്മ്യം പറഞ്ഞ ഒരു സുന്നത്ത് നിസ്കാരമാണ് സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ റമളാനാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. റമളാനിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ കൂടുതലും നിസ്കരിക്കപ്പെടുന്ന ഒരു നിസ്കാരവും കൂടിയാണ് തസ്ബീഹ് നിസ്കാരം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ഓരോ റക്അത്തുകളിലും ഒരു റക്അത്തിൽ 75 തവണ നമ്മൾ ചൊല്ലണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 റക്അത്തുള്ള തസ്ബീഹ് നിസ്കാരങ്ങളിൽ 300 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നാൽ ഇതിന്റെ രൂപം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നൃത്തത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 15 തവണ തസ്ബീഹ് ചൊല്ലുന്നു, റുക്കൂഇൽ 10 തവണ തസ്ബീഹ് ചൊല്ലുന്നു, ഇഅ്തിദാലിൽ 10 തവണ, ഒന്നാം സുജൂദിൽ 10 തവണ, 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10 തവണ, രണ്ടാം സുജൂദിൽ 10 തവണ. പിന്നെ നൃത്തത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജൽസത്തുൽ ഇസ്തിറാഹ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞ ഒരു ഇരുത്തമുണ്ട്, അതിൽ 10 തവണ. ചില പണ്ഡിതന്മാർ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം അത് വളരെ അക്സറുൽ ഖസീർ, പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവർത്തനമാണ്, നീട്ടിയാൽ നിസ്കാരം ബാത്തിലാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചൊല്ലേണ്ട 10നെ നൃത്തത്തിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് ചൊല്ലണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നൃത്തത്തിൽ ടോട്ടലി 25 തസ്ബീഹ് വരുന്നു. എങ്ങനെ വന്നാലും ഓരോ റക്അത്തിലും 75ഓളം തസ്ബീഹുകൾ ഉണ്ടാവണം. അപ്പോഴാണ് 4 റക്അത്തുകളിലും കൂടി 300 തസ്ബീഹ് പൂർത്തിയാകുന്നത്. അള്ളാഹു ഹക്ക് പ്രകാരം നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.